യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ കടുത്ത എതിർപ്പിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം. സത്യം ഒരിക്കലും മറക്കില്ല, ഒത്തുതീർപ്പ് നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് തലാലിന്റെ സഹോദരന്റെ നിലപാട്. തന്റെ കടുത്ത എതിർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി പങ്കുവച്ചത്. തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് വടക്കൻ യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നീതി നടപ്പിലാക്കുന്നത് വരെ മുന്നോട്ടു പോകുമെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു. വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്നും പിന്മാറുകയുമില്ല. സത്യം മറക്കില്ലെന്നും എത്രകാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു. വധശിക്ഷ നീട്ടിവെച്ച തീരുമാനമുണ്ടായപ്പോഴും തലാലിന്റെ കുടുംബത്തിൽ നിന്നും കടുത്ത എതിർപ്പ് ഇപ്പോഴും പുറത്തുവരുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ കാര്യം അനിശ്ചിതത്വത്തിലാകുമോ എന്നാണ് ആശങ്കയുയരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കുടുംബവുമായി ദയാധനം, മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ യമനിൽ ആരംഭിച്ചത്. ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കെടുത്തു. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം. ഈ പശ്ചാത്തലത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു. ഇതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന നീക്കങ്ങളിൽ നിർണായകമായതെന്നാണ് വിവരം. ഇനിയുള്ള ദിവസങ്ങളും നിമിഷപ്രിയയുടെ മോചനത്തിൽ നിർണായകമാണ്. വധശിക്ഷ റദ്ദാക്കുന്നതിൽ കടുത്ത എതിർപ്പ് മുന്നോട്ട് വെക്കുന്ന കുടുംബത്തെ ഇനി എങ്ങനെ സന്ധിയിലാക്കുമെന്നതാണ് പ്രധാന ആശങ്ക. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.